ഡാക്കട്ടീപ്പ് മണട്ടവ ഡുംഡട്ടകെ മണച്ചാല. പ്രിയ പ്രേക്ഷകരെ, ഇന്നും ഞാൻ പറയുന്നത് പ്രധാനമായിട്ടും കുടുംബത്തിലുള്ള ആൾക്കാരെയൊക്കെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരും കേൾക്കണം, കാരണം നിങ്ങൾ ഏതോ ഒരു കുടുംബത്തിലാണ്. ദൈവവിശ്വാസികളുണ്ട്, ദൈവമില്ലാന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പം ദൈവമോ പ്രകൃതിയോ ഏതോ ഒന്ന് കനിഞ്ഞ് നൽകിയതാണ് നമ്മുടെ ജന്മം. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യണ്ടേ? അവസരങ്ങൾ പാഴാക്കണോ? ഒരവസരവും പാഴാക്കരുത്. ഞാനൊരു കോളേജ് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ പറഞ്ഞു, കുട്ടികളെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. ഞാൻ റെഡി പറയുമ്പോൾ ഞാൻ കൈ ഇങ്ങനെ ആക്കി ഹിപ്പ് ഹിപ്പ് ഹുറ എന്ന് മാക്സിമം ഉറച്ച് വിളിക്കണം. ഏത് ഗ്രൂപ്പ് ആദ്യം വിളിക്കണമെന്ന് ടോസ് ഇട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഒരു ഗ്രൂപ്പ് നല്ല ഉറച്ച് വിളിച്ചു, പക്ഷേ മറ്റേ ഗ്രൂപ്പ് ഇരട്ടി ശബ്ദത്തിൽ വിളിച്ചു. അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, എന്താ ആദ്യം പറഞ്ഞവർക്ക് ഒരു ചാൻസ് കൂടെ വേണമെന്നുണ്ടോ? വേണം സാർ. ഞാൻ പറയാം, ഐ ആം സോറി, ചാൻസുകൾ ഒരിക്കലേ വരൂ, നിങ്ങൾക്ക് ആ ചാൻസ് തന്നല്ലോ, അപ്പോഴെന്തുകൊണ്ട് ഇതിനേക്കാൾ ഉറച്ച് ഷൗട്ട് ചെയ്തില്ല? ആ ചാൻസ് ലോസ്റ്റ് ഈസ് ലോസ്റ്റ് ഫോർ എവർ, ഇറ്റ് നെവർ കംസ് ബാക്ക്. ആണ് ശ്രോതാക്കളെ, പ്രേക്ഷകരെ, പാഴാക്കരുത്. ഏതോ തരത്തിൽ എന്തോ ബുദ്ധിയും ഏതോ പ്രവർത്തിയാൻ കഴിവും നിങ്ങൾക്കുണ്ട്. അത് കണ്ടെത്തി ആ വഴിക്ക് നീങ്ങൂ, സഫലമാക്കൂ നിങ്ങളുടെ ഈ ജന്മം. പാഴാക്കാതിരിക്കൂ ഈ ജന്മം. എന്തുകൊണ്ട് ജീവിതം ചിലർക്കൊക്കെ പാഴായി പോകുന്നു? ഒരു സ്കൂൾ വിട്ടാൽ സ്കൂളിലെ കുട്ടി, അല്ലെങ്കിൽ ഓഫീസ് വിട്ട് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ പണിസ്ഥലത്ത് നിന്ന് ഇറങ്ങുന്ന ആൾ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്ന് ചിന്തിക്കാറുണ്ടോ, എനിക്ക് എവിടെയാണ് പോകേണ്ടത്, പോകേണ്ട വഴി ഏതാ? ഇങ്ങനെ വല്ലതും ചിന്തിക്കാറുണ്ടോ? സ്കൂളിൽ നിന്നോ ഓഫീസിൽ നിന്നോ പണിസ്ഥലത്ത് നിന്നോ ഇറങ്ങുന്നു, നേരെ വീട്ടിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ്? വീട്ടിലാണ് എത്തേണ്ടതെന്നുള്ള ലക്ഷ്യബോധം തലയ്ക്കകത്ത് സ്ഥിരമായിട്ട് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ടാണത്. ലക്ഷ്യമുണ്ടെങ്കിൽ കാലുകൾ ആ വഴിക്ക് നിങ്ങളെ നയിക്കും. ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഇങ്ങനെ പ്രവർത്തന വിരസത തോന്നുന്നു എന്നൊന്നും പറഞ്ഞ് ദുഃഖിക്കാതെ, ഞാൻ ഈ ജോലി നിറവേറ്റേണ്ട ആളാണ്, എൻ്റെ പഠിത്തമെന്ന ജോലിയോ ഈ പ്രവൃത്തിയോ ആ ജോലിയോ ചെയ്ത് പൂർത്തിയാക്കേണ്ട ആളാണെന്ന ലക്ഷ്യബോധത്തോടെ ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ കഠിനമായി പരിശ്രമം ചെയ്യൂ. കഠിനമായ പരിശ്രമം ചെയ്താൽ എന്തിനേയും സ്വായത്തമാക്കാൻ കഴിവുള്ള ദീർഘങ്ങളായ 2 കരങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ. അത് പാഴാക്കാതിരിക്കും. 2, ഒരാളൊരു കാര്യം, ഇപ്പോൾ ഞാൻ ചോദിച്ചൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മൾ കേട്ട പാട്ട് അതേ ട്യൂണിലല്ലേ പാടൂ? നിങ്ങളടുത്തെങ്കിലും ഇനി സ്കൂളിൽ ആരെങ്കിലും ഗസ്റ്റ് വന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ നിങ്ങൾ ആ വരി പാടിക്കോളൂ, ട്യൂണൊക്കെ ഒന്ന് മാറ്റി പാടും. എന്തിനാ മാറ്റത്തിന് ഭയക്കുന്നത്? ചുമ്മാ ഒരാൾ ചെയ്ത അതുപോലെ നിങ്ങൾ ആവർത്തിക്കുമ്പോൾ അതാണ് വിരസത. ഒരാൾ ചെയ്ത കാര്യം കണ്ടാൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ ചെയ്യൂ. അങ്ങനെ ഒരു മാറ്റമെങ്കിലും വരുത്തിയാൽ അതാണ് ക്രിയേറ്റിവിറ്റി. പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മറ്റുള്ളവർ ആക്ഷേപിക്കൂലേ? പോകാൻ പറ, അത് അവൻ്റെ വിവരക്കേട്. ഞാൻ പാട്ടുപാടാൻ ഒട്ടും കഴിവില്ലാത്ത ആളാണ്, പക്ഷേ ഞാൻ പിള്ളേരുടെ മുമ്പ് മൈക്ക് വെച്ചൊക്കെ പാടാറ്. എനിക്ക് ആക്ഷേപത്തെ ഭയമില്ല. എന്നിട്ട് പാട്ട് പാടാൻ പറഞ്ഞാൽ ഞാൻ മാറ്റിയേ പാടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, 1 കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തെന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞാൽ ഞാൻ പാടുന്നത് എങ്ങനെയാണ്? 1 ഹില്ലിന്മേൽ നെസ്റ്റ് കൂട്ടും പാരറ്റെ നീ എൻ്റെ മാംഗോ ട്രീയിൽ സിങ് ചെയ്യാൻ വാ. കാവേരി ലാൻഡിലോ ഏറരുവി ബാങ്കിലോ ആരാരോ ഡ്രീം കൊണ്ടൊരു പ്ലേ ഹൗസ് ഉണ്ടാക്കി. എന്താ ഒരു മാറ്റമായില്ലേ? എന്തിന് ഞാൻ ഈ മാറ്റത്തെ ഭയക്കണം? അല്ലെങ്കിൽ ഞാൻ മരത്തുനിന്ന് ഇടത്തോട്ട് പാടും. ഇങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പട്ടിക്കാട പട്ടാണമ 2 കെട്ട ലച്ചാണമ, ഒരു തമിഴ് പാട്ടാണ്. എന്ത് വേണം പറഞ്ഞാൽ ഇങ്ങനെ പാടും. ഡാക്കട്ടീപ്പ മണട്ടവ ഡുംഡട്ടകെ മണച്ചാല ഡാക്കട്ടീപ്പ മണച്ചാല. എന്തിനായി മാറ്റത്തെ ഭയക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ, മറ്റൊരാളെ അനുകരിക്കാതിരിക്കൂ. നിങ്ങളാണ്, അയാളാണ്. അയാൾ നിങ്ങളാവൂല, നിങ്ങൾ അയാളാവൂല. ഒരു കഥയുണ്ട് കേട്ടോ. ബ്രിട്ടനിൽ ഒരു ലൈബ്രറി അധികാരികൾ ആ ലൈബ്രറി പൊളിച്ചു പണിയാൻ തീരുമാനം. നല്ല തീരുമാനം. അവർ പറഞ്ഞ കാരണം ഇതാണ്. 1, ഈ കെട്ടിടം വളരെ പഴയതായി, ഇനി അപകടം വരുന്നവരെ കാത്തിരിക്കേണ്ട, അതുകൊണ്ട് പൊളിച്ച് പുതിയ കെട്ടിടം പണിയണം. എന്താ മോശമാണോ? വളരെ നല്ല തീരുമാനം, കൈയടിക്കാനുള്ളത്. 2ാമത്തെ തീരുമാനം തൊട്ട് അവരുടെ മാറ്റത്തിലുള്ള ഭയം നിങ്ങൾക്ക് കാണാം. 2ാമത്തെ തീരുമാനം ഇതായിരുന്നു, ഈ കെട്ടിടം പൊളിച്ചിട്ട് അതിരിക്കുന്ന അതേ സ്ഥലത്ത് അതേ ഷേപ്പിൽ അതേ ഏരിയയിൽ അതേ ഉയരത്തിൽ അതേ കളറിൽ പണിത് പൂർത്തിയാക്കണം. ഒരു മാറ്റവും പാടില്ല. ഇത് മാറ്റത്തോടുള്ള ഭയമല്ലേ? 3ാമത്തത് പോട്ടെന്ന് വയ്ക്കാം, കുഴപ്പമില്ലാത്ത പ്ലാനിങ്. അതായത് പഴയ കെട്ടിടം പൊളിക്കുമ്പോൾ ഉപയോഗപ്രദമായ സാധനങ്ങൾ ഉപയോഗിച്ച് ചെലവ് ചുരുക്കണം.
നാലാമത്തെ ആയിരുന്നു അവരുടെ ഏറ്റവും പ്രധാനമായ തീരുമാനം ഇന്നും അറിയപ്പെടുന്നത്, പുതിയ കെട്ടിടം പണിത് തീർന്നിട്ടേ പഴയത് പൊളിക്കാവൂ. പഴയത് പൊളിച്ച് അവിടെ പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിച്ചവരാ. അവസാന തീരുമാനം പുതിയത് പണിതിട്ട് പഴയത് പൊളിക്കാം. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കൺസർവേറ്റിസം. മാറ്റത്തെ ഒരു ഭയം. നമ്മൾ പൊട്ടക്കിണറ്റിലെ തവളയാവരുത്. കാലത്തിനനുസരിച്ച് മാറണം. ആചാരങ്ങൾ അനാചാരമാണെങ്കിൽ അത് മാറ്റുക തന്നെ വേണം. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റും സ്വയം നിങ്ങളെ. കേട്ടിട്ടില്ലേ ഒരു പാട്ട്? മാറ്റത്തെ ഭയക്കാതിരിക്കൂ. പിന്നെ ഞാൻ പറഞ്ഞ ജീവിതം, എന്തിനാ നിങ്ങളുടെ കുടുംബത്തെ മറ്റു കുടുംബമായിട്ട് താരതമ്യം ചെയ്യുന്നത്? ഈയിടെ ഞാനൊരു കഥ വായിച്ചു. അടുത്ത വീട്ടിൽ 2 കുട്ടികളുണ്ട്. വീട്ടിൽ വന്നൊരു കുട്ടി പറയുന്നു, അച്ഛ പ്രോഗ്രസ് കാർഡ് തന്നു. അച്ഛൻ ചോദിക്കുന്നു, മോനെ നിനക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടോ? ഇല്ല അച്ഛ, അപ്പുറത്തെ കുട്ടിക്കാണ് ഫസ്റ്റ് റാങ്ക്, എനിക്ക് സെക്കൻഡ് റാങ്ക് പോയി. അച്ഛൻ വടിയെടുത്തു, നോക്കടാ അവൻ പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചു, നിനക്കെന്തടാ സെക്കൻഡ് റാങ്ക് ആയിപ്പോയി. ക്ഷുഭിതനാണ് അച്ഛൻ. കുട്ടി പറഞ്ഞത്, അച്ഛ ഞങ്ങളുടെ സ്കൂളിൽ ഒരു പുതിയ നിയമം വന്നു. അച്ഛൻ ചോദിക്കുന്നത്, എന്താടാ നിയമം? അത് ഞാനും ആ കുട്ടിയും ഒരേ മാർക്കാണ്. അപ്പോൾ സ്കൂളിൽ പറഞ്ഞത് 2 പേർക്ക് ഒരേ മാർക്ക് വന്നാൽ അച്ഛൻ്റെ മാർക്കോടെ നോക്കിയിട്ട് റാങ്ക് തീരുമാനിക്കണം. അങ്ങനെ അച്ഛൻ്റെ മാർക്ക് നോക്കിയപ്പോഴാണ് ഞാൻ സെക്കൻഡ് റാങ്ക് ആയത്. തീർന്നോ കഥ? അപ്പോൾ താരതമ്യം ചെയ്യാൻ പോയാൽ തിരിച്ചടികളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളാണ്, അയാളാണ്. അയാൾക്ക് നിങ്ങളാവാൻ കഴിയില്ല, നിങ്ങൾക്ക് അയാളാവാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്താൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അതിനേക്കാൾ നന്നായിട്ടോ മോശമായിട്ടോ ചെയ്യാനേ കഴിയും. അതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. പിന്നെ ശീലങ്ങളെ നിയന്ത്രിക്കുന്നില്ല. ചില ആൾക്കാർ രാവിലെ 8, 9, 10 മണിക്ക് ഉറക്കം ഒഴിക്കുന്നവരുണ്ട്. ഒരു ഞായറാഴ്ച ഞാനൊരു ഒരു പരിചയമുള്ള വീട്ടിൽ പോയപ്പോൾ 11:30 ഒരാൾ പോലും ഉറക്കം ഒഴിച്ചിട്ടില്ല. ഇതൊക്കെ ദുശ്ശീലങ്ങളാണ്. ദുശ്ശീലങ്ങൾ മാറ്റണം. നല്ല ശീലങ്ങൾ അരക്കിട്ടുറപ്പിക്കുകയും വേണം. ശീലങ്ങൾ 2 തരമുണ്ട്, ദുശ്ശീലവും നല്ല ശീലവും. സുശീലം, നല്ല ശീലങ്ങൾ അരക്കിട്ടുറപ്പിക്കൂ, അതിൽ പുതുമ കണ്ടെത്തൂ, മാറ്റങ്ങൾ വരുത്തി പുതിയതായിട്ട് ശീലങ്ങളാക്കിക്കൊണ്ടിരിക്കും. ദുശ്ശീലങ്ങൾ പാടെ വർജിക്കൂ, അതേസമയം മാറ്റത്തിന് അടിമയാകാതെ സൂക്ഷിക്കുകയും കൂടെ വേണം. ഇനി ഇന്നത്തെ കാലത്ത് ബന്ധങ്ങളെ വിലമതിക്കാതെ പോകും. പാടുപെട്ട് വളർത്തിയ അച്ഛനെയും അമ്മയെയും മറന്ന് കുടുംബത്തിനെതിരെ പ്രവർത്തിച്ച് വെളിയിൽ പോയിട്ട് അവസാനം പ്രശ്നം വരുമ്പോൾ തനിക്ക് താനും പുരയ്ക്ക് തോന്നും. അന്ന് അച്ഛനും അമ്മയും സഹോദരങ്ങളെ കാണൂ. നിങ്ങൾ എടുത്തു ചാടി അവിവേകം കാണിക്കുമ്പോൾ പ്രശംസിക്കാൻ മാധ്യമങ്ങളും വിവിധ മേഖലകളിലെ പ്രവർത്തകരും ഓടിയെത്തി ഫോട്ടോയും വീഡിയോ എടുത്ത് വൈറലാക്കിയിട്ട് അവരങ്ങ് പോകും. പിന്നീട് ബുദ്ധിമുട്ടുമ്പോൾ നിങ്ങളുടെ കുടുംബ അംഗങ്ങൾ മാത്രമേ കാണൂ നിങ്ങളെ സഹായിക്കാൻ. നിങ്ങളൊരു പ്രവർത്തനം ചെയ്തപ്പോൾ കൊട്ടിഘോഷിച്ച ഒരാളും അന്നുണ്ടാവില്ല. സ്വയം സൂക്ഷിക്കൂ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കൂ. ആ സമയത്ത് TV, റേഡിയോ, ഫോൺ എല്ലാം ഓഫാക്കി വയ്ക്കൂ. പതുക്കെ ആഹാരം കഴിക്കൂ. ആ സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് വീട്ടുകാര്യങ്ങൾ, നാട്ടുകാര്യങ്ങളൊക്കെ പറയാനുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് സംസാരിച്ച് സന്തോഷം കണ്ടെത്തി ഒരുമിച്ചിരിക്കും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ കുടുംബമേ എന്ന് ചിന്തിക്കൂ. ബന്ധങ്ങളെ വിലമതിക്കൂ. ഇന്ന് ഗുരുക്കന്മാർക്ക് സെമിത്തേരി പണിയുന്ന ശിഷ്യന്മാരുണ്ട്. ജീവിച്ചിരിക്കെ പ്രതീകമായിട്ട് കൊണ്ടുപോയി കുഴിച്ചിടുന്ന, ഗുരുക്കന്മാരെ മുറിയിൽ പൂട്ടിയിടുന്ന, അച്ഛനെയും അമ്മയെയും മുറിയിൽ പൂട്ടിയിടുന്ന, സ്വന്തം അച്ഛനെ കൊല്ലുന്ന, സ്വന്തം അമ്മയെ കൊല്ലുന്ന, സ്വന്തം അച്ഛനെ അമ്മയും കെട്ടിയിട്ട് അടിക്കുന്ന, ബന്ധങ്ങളെ വിലമതിക്കാനാവാത്ത രീതിയിൽ പാശ്ചാത്യ സംസ്കാരത്തിന് നിങ്ങൾ അടിമയാകുമ്പോൾ ഓർക്കൂ, ഇന്ന് പാശ്ചാത്യർ ഇന്ത്യയുടെ പഴയ സംസ്കാരം കോപ്പിയടിച്ച് നല്ലവരാവുകയാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നശിപ്പിക്കാതിരിക്കൂ. നന്മകൾ കണ്ടെത്തൂ, നല്ലത് പ്രവർത്തിക്കൂ, നല്ലത് വരട്ടെ. അതിനുവേണ്ടി അക്ഷീണ പരിശ്രമം നടത്തൂ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.